ഒരു കരയാകെ ഒഴുകിയെത്തുന്ന മരണവീട്, ഉള്ളു മുഴുവൻ നിറയുന്ന നീറുന്ന മനുഷ്യരാൽ നിൽക്കാനിടമില്ലാത്ത കഥാപരിസരം, കാറ്റും മഴയും പ്രക്ഷുബ്ധമായ കടലും മാറി മാറിയെത്തുന്ന ഫ്രെയിമുകൾ. ആരും ആഗ്രഹിക്കുന്നൊരു ശവമടക്കൽ ചടങ്ങ് അപ്പനായ വാവച്ചന് വാക്ക് നൽകിയിട്ട് സമയമേറെ ആയിട്ടില്ല ഈശി. ആലവട്ടവും വെഞ്ചാമരവും ബാൻഡുമേളവും മെത്രാനച്ചൻ്റെ ആശീർവാദവും ഉൾപ്പെടെയുള്ള ശവമടക്ക് തമാശക്കെങ്കിലും പറഞ്ഞ വാവച്ചൻ മടങ്ങി അതിവേഗമാണ്. കുർബാന വൈകുമെന്ന് പറഞ്ഞിട്ടും ചവിട്ടുനാടകം നിർത്താത്ത നിഷേധിയായ വാവച്ചൻ്റെ വിയോഗം വീഴുന്നത് പോലെ യാതൊരുവിധ അസാധാരണത്വവുമില്ലാതെ സംഭവിച്ചു. ഉറക്കച്ചിരിക്കാനും ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാനും മകൻ ഈശിയുടെ ഒപ്പം അല്പം നേരം മുൻപ് വരെ ഉണ്ടായിരുന്ന വാവച്ചൻ നഷ്ടം ഈശിയെ ഇരുട്ടിലാക്കുന്നു. ദുരന്തങ്ങളുടെ നിലയിലെ കയം ഒരുമിച്ച് നീന്തിക്കയറിയ അയൽക്കാർ പാതി ഉറക്കത്തിൽ മിന്നിക്കത്തുന്ന ട്യൂബുള്ള വാവച്ചൻ്റെ വീട്ടിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. ഇനി എന്തെന്നറിയാതെ വട്ടം തിരിയുമ്പോൾ തലയ്ക്ക് കനം വെക്കുന്ന വേദനയിൽ ഈശി ആദ്യം വിളിക്കുന്നത് അയ്യപ്പനെയാണ്. പേടിക്കണ്ട, ഒപ്പമുണ്ടടാ, പതറല്ലേ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തിറങ്ങുന്നൊരു അയ്യപ്പൻ ഇന്നേ വരെ മലയാള സിനിമ അവതരിപ്പിച്ച സ്വന്തം കാര്യം നോക്കികളായ ജനപ്രതിനിധികൾക്കുള്ള കൂറ്റനടിയാണ്. അച്ചടി ഭാഷ സംസാരിച്ച് അഴിമതി നടത്തുന്ന പൊതുബോധ നിർമ്മിതി തകർത്താണ് അയാളുടെ ഇടപെടലുകൾ. മരണവാർത്ത കൊടുക്കാൻ, പണം പലിശയ്ക്കെടുക്കാൻ, ആൾജാമ്യം നിൽക്കാൻ അയ്യപ്പനുണ്ട്. മരണത്തെ കൊലപാതകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരോട് തൻ്റെ നാടൻ ഭാഷയിൽ തന്നെ മറുപടി പറയുന്നതും സർക്കാർ ശമ്പളം വാങ്ങി കിടന്നുറങ്ങുന്ന ലൈൻമാനെ തല്ലുന്നതും ആ നാടിൻ്റെ ആ മെമ്പറാണ്. അയ്യപ്പൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യയശാസ്ത്രമോ പേരിന് പോലും കൊടിയോ അഭിസംബോധന സൂചനകളോ അങ്ങനെ യാതൊന്നും പരാമർശിക്കപ്പെടുന്നില്ല എന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആ മഴ മുഴുവൻ നനഞ്ഞ് തെറി കേൾക്കാൻ, ആവശ്യമായ ഇടങ്ങളിൽ തട്ടിക്കയറാൻ, ഡിപ്ലോമാറ്റിക് ആവാൻ അയാൾക്കറിയാം. അയാളുടെ ഷർട്ടും മുണ്ടും ഈശിയേക്കാളേറെ വാവച്ചിനു വേണ്ടി മുഷിഞ്ഞു കുതിരുന്നുണ്ട്. സഹായം തേടി പോലീസ് സ്റ്റേഷനിലെത്തുന്ന അയ്യപ്പൻ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരനാണ്. പല തർക്കങ്ങളിൽ ഇതേപോലെ പ്രത്യക്ഷപ്പെടുന്നവനായതാണ് കാരണം. അയാൾ ഏറ്റുപിടിക്കുന്ന ആദ്യത്തെ കേസല്ല ഇതെന്ന് വ്യക്തം. സ്റ്റേഷനിലെ സെൻഡ് ഓഫ് പാർട്ടിയിൽ ആശംസ അർപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുള്ള അങ്കലാപ്പിൽ എല്ലാവരും ഒരു ദിവസം പിരിഞ്ഞു പോകുമെന്നും അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാവരും കൂടി അവർക്ക് നല്ലൊരു യാത്രയപ്പ് കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്കുന്നതെന്നും ചോദിച്ച് കണ്ണു തുടച്ച് വീണ്ടും മഴയത്തിറങ്ങി നടന്നു പോകുന്നയാൾ നമുക്ക് അപരിചിതനല്ല. മനുഷ്യന്മാർക്കൊരാവശ്യം വരുമ്പോഴല്ലേ സാറേ പോലീസൊക്കെ എന്ന് കൂടി പറയുന്ന അയ്യപ്പനെ മലയാളിക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ചുറ്റുവട്ടത്ത് അപകടം പിണഞ്ഞാൽ വണ്ടി വിളിക്കാൻ, ശേഷം ബ്ലഡ് ആവശ്യം വന്നാൽ എവിടെ നിന്നും പറഞ്ഞ ഗ്രൂപ്പ് നൽകാൻ, ചൂട് ചോറ്റുപാത്രത്തിൽ കഞ്ഞി കൊടുക്കുന്ന ഒരു ബൈസ്റ്റാൻഡറാകാൻ അയ്യപ്പന്മാരുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് തുക കണക്കാക്കുന്നത് മുതൽ പല ഉദ്ദേശങ്ങളുമായി എത്തിയവരെ മരണവീട്ടിൽ കാണാം. നന്മകളാൽ അത്ര സമ്പന്നമല്ല നാട്ടിൻ പുറമെന്ന സൂചന നൽകുന്നു ചിലർ. ഏത് വെപ്രാളത്തിനും പ്രശ്നത്തിനുമിടയിലും അപ്പന് കൊടുത്ത ഗംഭീരമായ യാത്രയപ്പെന്ന വാക്ക് പാലിക്കണമെന്ന ഒറ്റ ചിന്തയിലാണ് ഈശി തൻ്റെ മനോനില പിടിച്ചു നിർത്തുന്നത്. മരണത്തിനും ജാതി മതവുമുണ്ടെന്ന് തെളിഞ്ഞ എത്രയോ സംഭവങ്ങൾ നാം നേരിട്ടറിഞ്ഞിരിക്കുന്നു. ചിത്രകാരനും ശില്പിയുമായ അശാന്തൻ അപമാനിതനായി മടങ്ങിയത് നമ്മുടെ നാട്ടിലാണ്. ഭൗതിക ശരീരവും മൃതദേഹവും രണ്ടും രണ്ടാണെന്ന് ജീവിതം കൊണ്ട് വിളിച്ചു പറഞ്ഞ സഖാവ് MM ലോറൻസിൻ്റെ മരണം ഹിന്ദുത്വവാദികൾ വിവാദമാക്കിയത് ഈ സമീപകാലത്താണ്. മതവും ജാതിയും സാമ്പത്തിക ചുറ്റുപാടുകളും ജീവിത സാഹചര്യവും രാഷ്ട്രീയവും മരണത്തിലും ഇടപെടുമെന്ന് പറയുന്നു സിനിമ. തൻ്റെ ഇതുവരെയുള്ള തിരക്കഥകളിൽ ഏറ്റവും തെളിമയോടെ ആവിഷ്കരിക്കപ്പെട്ട ചിത്രമെന്നാണ് ഈമയുവിനെ കുറിച്ച് PF മാത്യൂസ് പറഞ്ഞത്. 2017 അങ്കമാലി ഡയറീസിൽ ലക്ഷങ്ങളുടെ ബിസിനസ് കണക്ക് പറയുന്ന യുവത്വവും ക്രിസ്ത്യൻ പരിസരവുമാണെങ്കിൽ ഒരു കൊല്ലത്തിനു ശേഷം അങ്കമാലിയിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം മാറി എറണാകുളം ജില്ലയിൽ തന്നെ ചെല്ലാനും കാണിക്കുന്നത് ആ നാടിൻ്റെ ജിയോ പൊളിറ്റിക്സ് കൂടി ഉൾപ്പെടുത്തിയാണ്. സ്വന്തം പിതാവിൻ്റെ മരണാനന്തര ചടങ്ങിന് സ്വർണം പണയം വെക്കേണ്ടി വരുന്ന കടലോര ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ കാണാം. അങ്കമാലിക്ക് ശേഷം ലിജോയും, മഹേഷിൻ്റെ പ്രതികാരത്തിന് ശേഷം ഷൈജു കാരുതും, കമ്മട്ടിപ്പാടത്തിന് ശേഷം ലീഡ് റോളിൽ വിനായകനും എത്തിയത് വെറുതെ ആയിരുന്നില്ല. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചെമ്മൻ വിനോദ് മികച്ച നടനായും ലിജോ മികച്ച സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് എക്കാലവും മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയെന്നതും ചരിത്രം.